മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് ആനി. വിവാഹത്തിന് ശേഷം ആനി ശരിക്കും പറഞ്ഞാൽ ക്രൈസ്തവ ജീവിതം വേണ്ട എന്ന് വെച്ച് ഹിന്ദു ജീവിതത്തിലേക്ക് മാറിയൊരു നടി കൂടിയാണ്. വിവാഹശേഷം പല നടിമാരും അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും തൻ്റെ മേഖലയൊന്ന് മാറ്റി മീഡിയയിൽ തന്നെ തുടരാനായിരുന്നു ആനിക്കിഷ്ടം. ആനി ഇപ്പോൾ അവതാരികയായും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവളായും സോഷ്യൽ മീഡിയയിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്ന് പറയാം. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റുന്നൊരു താരം തന്നെയാണ് ആനി. ആനിയോടുള്ള സ്നേഹം എല്ലാവരും അറിയിക്കാറുണ്ട്. ഇപ്പോഴിതാ ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്ത് ലളിതാ സഹസ്രനാമം ചൊല്ലിക്കൊണ്ട് ആനി ഇരിക്കുന്ന ഒരു ചിത്രം കാണാൻ സാധിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒന്നല്ല ലളിതാ സഹസ്രനാമം. പഠിച്ചും വളരെയധികം പ്രയത്നത്തോടെയും പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണത്. എന്നാൽ അനായാസനെ പറയുന്ന ആനിയെ കണ്ടപ്പോൾ എല്ലാവർക്കും ആശ്ചര്യമായിരുന്നു. ആനി എന്തു പെട്ടെന്നാണ് അത് പറയുന്നതെന്ന് എല്ലാവരും ചോദിച്ചു. ഇത് ഷോയല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. പൊങ്കാല ജാതിമത ഭേദമന്യേ ആർക്കും ഇടാം എന്നതാണ് സത്യം. ഇന്ന ആൾക്കാർക്ക് മാത്രമേ ഇടാവൂ എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടോ? അമ്മയുടെ മുന്നിൽ എല്ലാ ജനങ്ങളും ഒന്ന് തന്നെയാണ്. അമ്മ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതൊക്കെയാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നത്. ആറ്റുകാലമ്മയ്ക്ക് അറിയാം മക്കളായ നമുക്ക് വേണ്ടി എല്ലാം നല്ലതും ചീത്തയും ചെയ്യേണ്ടതെന്ന് ആനി പറയുന്നു. തിരുവനന്തപുരത്തെ വീടിന്റെ മുറ്റത്താണ് ആനി പൊങ്കാലയിട്ടത്. പൊങ്കാല സമർപ്പണ ശേഷം ലളിതാ സഹസ്രനാമം ഉരുവിടുന്ന നടിയുടെ വീഡിയോ വൈറലായി. ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ജഗദീശ്വരിയായ ആദിപരാശക്തിയുടെ 1000 പേരുകൾ അഥവാ വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ലളിതമായ ഭഗവതി സ്തോത്രമാണ് ലളിതാ സഹസ്രനാമം. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അത് പറയാൻ പ്രയാസമാണെന്നും ചുമ്മാ അത് പറയാൻ സാധിക്കില്ലെന്നും പറയുന്നത്. ഭഗവതി ഉപാസകരുടെ ഒരു പ്രധാന സ്തോത്രമാണിത്. ഇതിലെ ഓരോ നാമവും ഭഗവതിയുടെ തന്നെ ശക്തിയും ഗുണവും വ്യക്തമാക്കുന്നു. ഒരു നാമവും രണ്ടാമതായി ആവർത്തിക്കുന്നില്ല എന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ലളിതാ സഹസ്രനാമം പനപ്പാഠമാക്കി ഉരവിടുക എന്നത് എല്ലാവരും സാധ്യമാക്കുന്ന ഒന്നല്ല. ആനി ബന്ധുക്കൾക്കൊപ്പം ഇരുന്ന് ലളിതാ സഹസ്രനാമം ഉരവിടുന്ന വീഡിയോ വൈറലായപ്പോൾ നടിയെ പരിഹസിച്ച് ഇതെല്ലാം ക്യാമറയെ തന്നെ കാണിക്കാനുള്ള ഷോയാണെന്ന തരത്തിൽ കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. നല്ല നസ്രാണി കൊച്ചായിരുന്നു, നല്ല പിള്ള ചമയാൻ ആനിയെ കഴിഞ്ഞേ ആരുമുള്ളൂ, ഇതാണ് തരത്തിലുള്ള കമന്റുകൾ വരുന്നു. ഇതിനെല്ലാം ആനി മറുപടി പറയും മുമ്പ് തന്നെ താരത്തിന് ഇഷ്ടപ്പെടുന്നവർ പ്രതികരിച്ചെത്തിയിട്ടുണ്ട്. ആനി ക്രിസ്ത്യാനിയായിരുന്നു, പിന്നീട് ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തു. അതിലെന്താണ് തെറ്റ്? ഇത്രയും അധികം സമർപ്പണത്തോടെ തന്നെ ഹിന്ദുമത ആചാരങ്ങൾ അവർ പിന്തുടരുന്നതിൽ അഭിമാനം മാത്രമേ അർഹിക്കുന്നുള്ളൂ. ഷോയാണെന്ന് പറയുന്നവരോട് ഈ ചൊല്ലുന്നത് സിനിമാ പാട്ടല്ല, ലളിതാ സഹസ്രനാമമാണ്. കാണാതെ പഠിച്ച് തെറ്റാതെ ചൊല്ലണമെങ്കിൽ അവരുടെ ഡെഡിക്കേഷൻ ചെറുതൊന്നുമല്ല. നിങ്ങളൊന്ന് ചൊല്ലി നോക്കൂ, ഗൂഗിളിൽ കാണും. അതൊന്ന് പഠിച്ചിട്ട് 5 മിനിറ്റിനുള്ളിൽ പാടാൻ പറഞ്ഞാൽ പാടാൻ പറയുമോ? എന്നാൽ സിനിമാ പാട്ട് പാടും വളരെ എളുപ്പമായിരിക്കും, നമ്മൾ കേട്ട് പഴകിയതുകൊണ്ട്. ലളിതാ സഹസ്രനാമം അങ്ങനെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒന്നല്ല. ഷോ കാണിക്കാൻ മാത്രമുള്ളൊരു കാര്യമല്ലത്. അത്തരത്തിൽ നമുക്ക് കഴിയുകയുമില്ല. അതെടുത്തു പറഞ്ഞേ മതിയാകൂ. ലളിതാ സഹസ്രനാമമൊക്കെ ഷോയ്ക്ക് വേണ്ടി പാടുകയാണെന്ന് പറഞ്ഞത് നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാണ്. അങ്ങനെ പാടാൻ പറ്റുന്ന ഒന്നല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാകും. അങ്ങനെയുള്ളവരൊരിക്കലും കമന്റ് ഇടില്ല എന്ന് ആനിയുടെ ആരാധകർ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.